പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഇന്ന് ഈ ദേശവുമായി ബന്ധപ്പെട്ട് ബൃഹത്തായ പല പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനായ ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില വികസന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇവിടെ. പറശ്ശിനിക്കടവിൽ ജലഗതാഗത വകുപ്പിൻ്റെ പുതിയ ബോട്ടുകളുടെ ഉദ്ഘാടനത്തോടൊപ്പം ബോട്ട് ടെർമിനലിൻ്റെ വിപുലീകരണം, ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനിൽ നിന്ന് പുഴയുടെ തീര സംരക്ഷണം, പറശ്ശിനിക്കടവിൻ്റെ സൗന്ദര്യവൽക്കരണം, ടൂറിസം പദ്ധതി അടക്കമുള്ള വലിയ പദ്ധതികളാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. 2 ബോട്ടുകൾ ഇവിടെ എത്തിച്ചത് ജലഗതാഗത വകുപ്പിൽ നിന്നും വളരെ സുരക്ഷിതമായ കറ്റാമറൈൻ ബോട്ടാണ് വന്നത്. ഗോവിന്ദ മാസ്റ്റർ ഇതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും ശ്രീ വിജിലിൻ്റെ കത്തുകൾ മുൻപ് തന്നെ എനിക്ക് മുമ്പിരുന്ന മന്ത്രിക്ക് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ സുമേഷ് ഒരു ദിവസം നിയമസഭയിൽ ഇവിടെ ഒരു ബോട്ട് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ അപ്പോഴും തന്നെ സുമേഷിനോടുള്ളൊരു വ്യക്തിപരമായ ഒരു വല്ലാത്ത അടുപ്പം എനിക്ക്. വിജിലും എൻ്റെ സ്വന്തം അനിയനാണ്. അപ്പോൾ സുമേഷിനോട് ഞാൻ പറഞ്ഞു, അടുത്ത് വരുന്ന പുതിയ ബോട്ട് സുമേഷിന് എന്ന നിയമസഭയിൽ പറഞ്ഞു. അപ്പോൾ ബഹുമാനായ സ്പീക്കർ തമാശയായിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടി എല്ലാം എടുക്കണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീറും ഞാനും സുമേഷും അദ്ദേഹം സ്പീക്കർ ആവുന്നതിന് മുമ്പ് MLA ആയിരിക്കുന്നതിന് മുമ്പും നിയമസഭയ്ക്കുള്ളിലെ ത്രിമൂർത്തികളാണ്. ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും. അപ്പോൾ അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടി ചേർന്നാണോ എന്ന് ചോദിച്ചു. പക്ഷേ ആദ്യം വന്ന ബോട്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഈ ബോട്ട് റെഡിയായതാണ്. പക്ഷെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ വളരെയധികം ശ്രമിച്ചെങ്കിലും നമുക്ക് കടലിലൂടെ ഈ ബോട്ടിനെ ഇവിടെ എത്തിക്കാൻ പോർട്ട് വകുപ്പിൻ്റെ അനുവാദം വേണം. അപ്പോൾ അത് ലഭിക്കാത്തത് കൊണ്ടാണ് കാലാവസ്ഥ വളരെ മോശം. എപ്പോഴും മഴയാണല്ലോ. അപ്പോൾ കാലാവസ്ഥ മോശമായിട്ടാണ് നമ്മൾ എത്തിക്കാൻ വൈകിയത്. ഈ ബോട്ട് പണിത് അവിടെ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സ്റ്റിക്കറൊക്കെ അങ്ങ് മങ്ങിപ്പോയി വെയിൽ കൊണ്ടിട്ട്. ഇനിയിപ്പോൾ എല്ലാം പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചു. കാരണം പുതിയ ബോട്ട് സുമേഷ് തരും എന്ന് നിയമസഭയിൽ പറഞ്ഞ വാക്കാണ്. അതാണ് പാലിച്ചത്. ഇനിയും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. മാർച്ച് മാസത്തോടെ 170 പേര് യാത്ര ചെയ്യുന്ന എയർ കണ്ടീഷൻ ബോട്ട് പറശ്ശിനിക്കടവിൽ. നമ്മളെല്ലാ കാര്യത്തിലും ആധുനികവൽക്കരണത്തിൻ്റെ പുതിയൊരു യുഗത്തിലേക്ക് കാലുവയ്ക്കുകയാണ്. KSRTC ബസ്സുകൾക്ക് വന്ന മാറ്റം പോലെ, KSRTC ബസ് സ്റ്റേഷനുകൾക്ക് വരുന്ന മാറ്റം പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ബസ് സ്റ്റേഷനുകളെയും വിമാനത്താവളത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. നിങ്ങൾക്ക് വരുന്ന ആളുകളിൽ കാണാം, കേരളത്തിൽ പുതിയതായി എറണാകുളത്തും തൃശ്ശൂരും അടക്കം കേരളത്തിൽ നിർമ്മിക്കുന്ന KSRTC ബസ് സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. അല്ല സാധാരണ ഒരു കെട്ടിടം വെച്ച് പോവുക എന്നുള്ളതല്ല. അത്തരത്തിലൊരു പരിഷ്കരണത്തിന്റെ ഭാഗമായി ധാരാളം സോളാർ ബോട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. മാർച്ച് മാസത്തോടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എയർ കണ്ടീഷൻ ബോട്ട് നമുക്ക് നിർമ്മിച്ച് കിട്ടും. ആ കിട്ടുന്ന ആദ്യത്തെ എയർ കണ്ടീഷൻ ബോട്ട് പറശ്ശിനിക്കടവിലേക്ക് വരും. ഇവിടുത്തെ ടൂറിസം ഓപ്പറേഷൻ വേണ്ടി ടൂറിസത്തിൽ രംഗത്ത് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഞങ്ങൾ കുട്ടനാടിൽ ഒരു സഫാരി ആരംഭിക്കുക. കുട്ടനാടിൽ ഒരു ബോട്ട് സഫാരി, അതായത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഡെസേർട്ട് സഫാരി പോലെ ലാൻഡ് ക്രൂയിസർ വണ്ടിയിൽ മരുഭൂമിക്കുള്ളിലൂടെ പോയി കറങ്ങി മരുഭൂമിയുടെ എല്ലാ കാഴ്ചകളും കണ്ട് മടങ്ങി വരുമ്പോൾ ആ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന കലാപരിപാടികൾ കണ്ടു മടങ്ങുന്ന ഒരു പദ്ധതി അത് കുട്ടനാട്ടിൽ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനുള്ള നടപടിയെല്ലാം പൂർത്തിയായി. അതിനുള്ള ആംഫി തിയേറ്റർ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാർക്കും കലാകാരികൾക്കും സ്ഥിരമായി പ്രോഗ്രാം ലഭിക്കും. ഈ ബോട്ട് യാത്രയിലൂടെ അവിടെ എത്തുന്നവർക്ക് രാവിലത്തെ ഭക്ഷണം അടക്കം പോകുന്ന വഴിക്ക് നാടൻ കള്ള് വരെ വാങ്ങിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ പാക്ക് ചെയ്തത്. ടൂറിസത്തിന്റെ ഭാഗമാണ്, കേരളത്തിന്റെ കർഷകരുടെ ഒരു ഇതാണ്. അപ്പം കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്ത് വന്ന് നാടൻ ഭക്ഷണം, കുട്ടനാടിൻ്റെ രുചിയുള്ള ഭക്ഷണം, കുട്ടനാടിൻ്റെ സംഗീതം, കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുള്ള നമ്മുടെ ഫോക്ലോർ ആർട്ടുകളും എല്ലാം കാണാം. ഒരു സ്ഥലത്ത് വന്ന് പാതിരാമണൽ എന്ന തുരുത്തിലേക്ക് വന്ന് ഇറങ്ങുകയാണ് ഈ ബോട്ടിൽ. വന്നിറങ്ങി അവിടെ ഇതെല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കലാപരിപാടിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം അവിടെ നിന്ന് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടനാടിൻ്റെ ആലപ്പുഴയുടെ സംഗീതം എല്ലാം, തനത് സംഗീതവും പാട്ടുകളും എല്ലാം കേട്ടുകൊണ്ട് ബസ്സിൽ തിരിച്ചു പോകാം. ബസ് സ്റ്റാൻഡിലെ അല്ല നമ്മുടെ ബോട്ട് ജെട്ടിയിലേക്ക് മടങ്ങിയെത്താം. ഈ പദ്ധതിയെ കേരളത്തിലെ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പം ആളുകൾക്കൊന്നും ഒരു കുറവും വരില്ല. കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ആൾ വരും. അതുപോലെ ഒരു പദ്ധതി ഞങ്ങൾ കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിലും
പറശ്ശിനിക്കടവിൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. വരുന്ന നാളുകളിൽ ആലപ്പുഴയിലെ പദ്ധതി ഉടൻ പൂർത്തിയാവും. അത് ചെയ്യുന്നതോടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ അടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത് ഒരേ സമയം തന്നെ പറശ്ശിനിക്ക് ഇവിടെയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം. ഈ ക്ഷേത്രവുമായിട്ടും MLA-മാരും എല്ലാവരും സഹകരിക്കുന്ന നികര മുനിസിപ്പാലിറ്റി നമുക്ക് ഈ സാംസ്കാരികമായ പരിപാടികൾ നടത്താനൊരു സൗകര്യം. ഇപ്പോൾ ബോട്ട് യാത്രയെല്ലാം കണ്ടു കഴിഞ്ഞ് വന്ന് നമ്മുടെ ഈ നാടിൻ്റെ സാംസ്കാരികമായ ചില കാഴ്ചകളെല്ലാം കണ്ട് ആ കലയൊക്കെ ആസ്വദിച്ച് മടങ്ങാൻ കഴിയുന്ന ഒരു പാക്കേജാണ്. അതാണ് ഈ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത്. അത് കുട്ടനാടിൽ തീർന്നാലുടൻ തന്നെ കൊല്ലത്ത് മൺട്രോത്തുരുത്തിലും കണ്ണൂരിൽ ഇവിടെയുമാണ് അത് തുടങ്ങാൻ ഞങ്ങൾ പരിപാടിയിട്ട് അല്ലേ. അതിനുള്ള കാര്യങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ ഡയറക്ടർ MLA-മാരുമായും ഗോവിന്ദ മാഷുമായും എല്ലാവരുമായിട്ടും ബന്ധപ്പെടും. നമ്മൾ ഈ പറഞ്ഞ മൂന്ന് MLA-മാരുടെയും മണ്ഡലത്തെ ചേർത്തുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കണം. അതിനനുയോജ്യമായ ഈ കലാപരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം അവിടെ സ്ഥിരമായി, അതായത് സ്ഥിരമായി ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് സ്ഥിരമായി കലാകാരന്മാർക്കും കലാകാരികൾക്കും അവർ പെർഫോം ചെയ്യാനുള്ള അവസരം. നമ്മൾ സാറിന് ഉത്സവ സീസണിലൊക്കെയാണ് അവർക്ക് അവസരം കിട്ടുന്നത്. എല്ലാ ദിവസവും അവർക്ക് കിട്ടും. ഇതിൻ്റെ ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞാൽ വനംവകുപ്പ് മന്ത്രിയായി 2011 ഇരിക്കുമ്പോൾ തേക്കടി ടൂറിസം പദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ ആദിവാസി കുടുംബങ്ങളെ അവരുൾപ്പെടുന്ന ഗ്രൂപ്പുകളെ രൂപീകരിച്ചു. ഒരു 6-7 ഗ്രൂപ്പിനെ രൂപീകരിച്ചു. അവിടെ ഒരു സ്റ്റേജും ഒരു ഓഡിറ്റോറിയം ഞങ്ങൾക്കുണ്ടായി. ആ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഈ ആദിവാസികളുടെ തനത് സംഗീതവും കലാരൂപം, അപ്പോൾ ഈ മുള കൊണ്ടൊക്കെ അവർ ചില ഉപകരണങ്ങൾ ഉണ്ടാക്കും. ആ ഉപകരണം വെച്ച് ആണ് അവർ പാടുന്നത്. അല്ലാതെ ഇപ്പോഴും നമ്മൾ കാണുന്ന വയലിനും മൃദംഗവും തബലയൊന്നുമില്ല. അവർ ഈ മുള കൊണ്ടും കാട്ടിൽ ലഭിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് അവരുണ്ടാക്കുന്ന ചില സംഗീത ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ആ സംഗീത ഉപകരണം ഉപയോഗിച്ച് ഇവർ കലാപരിപാടിയാണ്. അപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് 300 രൂപ ടിക്കറ്റ് വാങ്ങിക്കുമായിരുന്നു. വിദേശികളിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കുമായിരുന്നു. ഇത് വാങ്ങിയെടുത്തിട്ട് ഇവർക്ക് വീതം വെച്ച് കൊടുക്കും. അതായത് ഒരു 8 ഗ്രൂപ്പുണ്ട്. 7 ഗ്രൂപ്പ്, ഒരു ദിവസം ഒരു ഗ്രൂപ്പാണ് കളിക്കുന്നത്. ആ ഗ്രൂപ്പിന് 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത വർക്ക് കിട്ടും. അങ്ങനെ ഒരാഴ്ചയിൽ നല്ലൊരു വരുമാനം ഈ കലാപരിപാടി അവതരിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന തരത്തിലൊരു പദ്ധതി നമ്മൾ നമ്മുടെ നടപ്പിലാക്കി. വളരെ വിജയകരമായ പദ്ധതി. ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല, നടന്നിരുന്നു, വളരെ വിജയകരമായിരുന്നു. ഒരുപാട് അവരുടെ കലാപരിപാടികൾ ആസ്വദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തനത് കലാരൂപങ്ങൾ, നമ്മുടെ അന്യം നിന്ന് പോകുന്ന ചില കലാരൂപങ്ങൾ, അത് പുതിയൊരു ജനറേഷന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ, ഒരു കലാകാരൻ കൂടിയായ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടും കൂടി, ഒരു കലാകാരന് ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് എന്താണ് സാംസ്കാരികം എന്ന് ചോദിച്ചാൽ സാംസ്കാരിക വകുപ്പ് ചെയ്യേണ്ട ഒരു പണി കൂടി ജലഗതാഗത വകുപ്പ് ഏറ്റെടുക്കുകയാണ്. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. ഇവിടെ വന്നപ്പോൾ ബസ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാത്രി കാലത്ത് 6:30 മണി കഴിഞ്ഞാൽ ബസ്സില്ലെന്ന പരാതിയാണ്. മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിക്കരുത്. ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ പറയുന്നു, കണ്ണൂർ RTO അടക്കമുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പറശ്ശിനിക്കടവിൽ ഈ പ്രദേശത്തേക്ക് രാത്രി കാലങ്ങളിൽ വന്നു പോകാം എന്ന് പെർമിറ്റ് എടുത്തുള്ള എല്ലാ വണ്ടികളും നാളെ മുതൽ കൃത്യമായി പെർമിറ്റ് മുഴുവൻ ഓടിയിരിക്കണം എന്ന് പറയുകയാണ്. ഓടാത്ത പക്ഷം ഇതിനെ വളച്ചൊടിക്കരുത്. ഓടാത്ത പക്ഷം അതിനെ പിടിച്ചെടുക്കുകയും അതിന്റെ പെർമിറ്റുകൾ റദ്ദാക്കാൻ RTA ബോർഡിലേക്ക് കൊണ്ടുപോകാൻ നിയമപരമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വിവാദം ഉണ്ടാക്കിക്കളെ. പറഞ്ഞിട്ട് പോകുമ്പോൾ വേറെ ഓവർ സ്പീഡിൽ പോകുന്നവൻ വണ്ടി പിടിച്ചാൽ ഉടനെ ഹോൺ അടിച്ചുകൊണ്ടാന്ന് പറയുന്ന ഒരു കാഴ്ച. പാവപ്പെട്ടവന്റെ ഫോൺ സ്റ്റക്കായി എന്നാണ്. സ്റ്റക്കായതല്ലേ, അങ്ങോട്ട് പോയപ്പോഴും സ്റ്റക്കായി, തിരിച്ചു വന്നപ്പോഴും സ്റ്റക്കാവുന്ന, അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തുമ്പോൾ അതങ്ങ് സ്റ്റക്കായതങ്ങ് മാറ്റണ്ടേ. തിരിച്ചു പോകുമ്പോഴും സ്റ്റക്കാവുന്ന അസുഖം ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം, കണ്ണിന് കാണുന്ന കാര്യം നമ്മുടെ കണ്ണിനെ തന്നെ പൊട്ടനാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണ് തന്നെ പൊട്ടിക്കിടക്കണം എന്ന് വിചാരിക്കും. പോയി പീസ് അടിച്ചു പോയി കണ്ണിൻ്റെ എന്ന് അഭിനയിക്കരുത്. എൻ്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ കണ്ടെന്ന് തന്നെ പറയും. കള്ളസാക്ഷി പറയരുതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കള്ളസാക്ഷി പറയുന്നവന് നരകം എന്നാണ് ഖുറാനിലും ബൈബിളിലും പറഞ്ഞേക്കുന്നത്. കള്ളസാക്ഷി പറയരുത്, സത്യമേ പറയാവൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി. എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം. എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും രാത്രി 9:30-10 മണി വരെ ഓടാമെന്നാണ് പെർമിറ്റിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ഓടിക്കൊള്ളാമെന്ന ഉറപ്പിന്റെ പുറത്താണ് സർക്കാർ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത്. അവരെ 6:30 മണിക്ക് വണ്ടി ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ അവരെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോകാൻ KSRTC വണ്ടി കാരിയടിച്ചു വരണം എന്ന് പറയുന്ന മര്യാദ. പകൽ മുഴുവൻ നിങ്ങളുടെ പൈസ വാങ്ങിയെടുക്കുന്നു. വൈകിട്ട് സന്ധ്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ യാത്ര ചെയ്യാൻ ഇവർ വണ്ടി തരത്തില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. ഇനി എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് RTOയ്ക്കും ഉദ്യോഗസ്ഥർക്കും എവിടെ വെച്ചും മന്ത്രിക്ക് നിർദ്ദേശം കൊടുക്കും. സർക്കാരിന്റെ നയം ജനങ്ങൾക്ക് വണ്ടി കിട്ടണം. പൊതുഗതാഗതം നിങ്ങൾ മനസ്സിലാക്കണം. പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും സ്വയം തൊഴിൽ കണ്ടെത്താനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 504 പുതിയ ബസ് റൂട്ടുകൾ MLA-മാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്മാർ എന്ന ജനകീയ സദസ്സ് കൂടി
തീരുമാനിച്ച ഇതുവരെ ഒരു KSRTC ബസ്സോ ഒരു പ്രൈവറ്റ് ബസ്സോ ഓടിയിട്ടില്ലാത്ത കേരളത്തിലെ 504 റൂട്ടുകൾ ഏതാനും ദിവസങ്ങൾക്കകം സർക്കാർ പ്രഖ്യാപിക്കും. സ്വകാര്യ വാഹനങ്ങൾ എടുത്ത് പെർമിറ്റ് എടുത്ത് ഓടിച്ചുകൊണ്ട് ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ചെറിയ ബസ് മതി ഓടിക്കാനുള്ള റൂട്ടുകൾ ഇന്ത്യയിൽ ആദ്യമായി ലൈസൻസ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഏതായാലും എല്ലാ ഉത്തരവും റെഡിയായിട്ടുണ്ട്. ഉത്തരവ് പുറത്തിറങ്ങിയാൽ മതി. ഏതൊരു സാധാരണക്കാരൻ ഈ പറയുന്ന റൂട്ടിലെ പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ നിശ്ചിത വണ്ടിയെ കാണുള്ളൂ. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വൈകിട്ട് വരെ ഇത്ര ട്രിപ്പ് ഓടിക്കണം. അവിടെ മെച്ചപ്പെട്ട പൈസ കിട്ടുന്നത് കണ്ടാൽ എല്ലാവരും കൂടി ഇരച്ചു കയറുന്ന ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിന്റെ പരിപാടി പറ്റത്തില്ല. അവിടെ 5 വണ്ടിയാണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 വണ്ടി അല്ലാതെ 6ാമതൊരു വണ്ടി ഓടാനൊക്കത്തില്ല. അപ്പൊ ഈ 5 വണ്ടി ഓടുന്നവർ രക്ഷപ്പെടും, അവര് നിലനിൽക്കും. കേരളത്തിൽ ഈ പറയുമ്പോൾ മനസ്സിലായി, ഈ പ്രൈവറ്റ് ബസ് ഉടമകൾ പറയുന്ന മനസ്സിലായി 38,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. ഇന്ന് 7,000 8,000-ൽ താഴെ പ്രൈവറ്റ് ബസ്സുകൾ. 2001-ൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ 26,000 28,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. പിന്നീട് 2005 ആകുമ്പോഴേക്കും 2006 ആകുമ്പോഴത്തേക്കും 35,000-ത്തിലധികം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. ഇവര് തമ്മിൽ മത്സരിച്ചു. KSRTC ആയി മത്സരിച്ചു. KSRTC നശിച്ചു, പ്രൈവറ്റ് ബസ് നശിച്ചു. പ്രൈവറ്റ് ബസ്സുകൾ ഇന്നും തമ്മിൽ മത്സരിക്കുക. ഒരു റൂട്ടിൽ വിജയിച്ചു എന്ന് കണ്ടാൽ എല്ലാവർക്കും പിന്നെ ആ റൂട്ട് മതി. ഓരോ സെക്കൻഡിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിർദ്ദേശം തന്നിട്ടുണ്ട്, സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എല്ലാ സമയവും മാറ്റും. 5 മിനിറ്റ് നഗരപ്രദേശങ്ങളിൽ 5 മിനിറ്റ് ഗ്യാപ്പിലും നമ്മുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ 10 മിനിറ്റിലും ഗ്യാപ്പിലെ പെർമിറ്റ് കൊടുക്കാവൂ എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ്. അതിനാണ് സർക്കാർ പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ ഉള്ള വണ്ടിക്ക് മാറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉള്ള വണ്ടിക്കല്ലേ മാറ്റണ്ട. ഇപ്പോഴല്ലേ ആൾക്കാരെ ഇടിച്ചു കൊല്ലുന്നത്. ഞാനെതിരെ എല്ലാം ഈ നിയമലംഘനം എല്ലാം കാണുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ കണ്ണടയ്ക്കാം. പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ വളരെ മോശമായ നിലയിൽ ഓടിക്കുന്ന ബസ്സുകളുടെ ഓട്ടത്തിൽ ഇടിയേറ്റ് മരിക്കുമ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ ഈ പറയുന്നവർ വരണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഒരു മന്ത്രി എന്ന നിലയിൽ, സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ, ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ റോഡിലെ മരണസംഖ്യ, അപകട മരണസംഖ്യ കുറയ്ക്കേണ്ടത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പുറത്ത് കർശന നടപടിയെടുക്കാൻ പറയുമ്പോൾ ഹോൺ സ്റ്റക്കായതാണെന്ന് പ്രചരിപ്പിക്കുന്ന മോശമായ പ്രചരണം അതൊന്നും അന്തസ്സല്ല. കാരണം ഈ സമൂഹത്തിന് നല്ലതല്ല ചെയ്യുന്നത്. ഒരു വണ്ടി ഇടിച്ച് നിർദ്ദയം ആളുകളെ കൊല്ലുമ്പോൾ ഇതേ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ്? അയ്യോ, വണ്ടി ഇടിച്ച് ഞങ്ങളെ കൊന്നു, സർക്കാർ ഒന്നും ചെയ്തില്ല. ഒരുപാട് പേര് മരിച്ചു. മരിക്കാതിരിക്കാനുള്ള ശ്രമിക്കുന്നത് ഒരു കുടുംബം, ഞാൻ പറയുമ്പോൾ എല്ലാവരും ഹൃദയത്തിൽ കൈവച്ച് കേൾക്കണം. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു വാഹന അപകടത്തിൽ മരിക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ താറുമാറാകും എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എങ്ങനെ ആ കുടുംബത്തിന്റെ പിന്നെയുള്ള ദിവസങ്ങളിൽ എങ്ങോട്ട് പോകും? ഏതായാലും അവര് ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറത്തില്ല. ആ വീട്ടിലെ ഗ്രഹനാഥയോ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളോ പോകുമ്പോൾ അവിടെ ആ കുടുംബത്തിലുണ്ടാകുന്ന ദുഃഖം, ആ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം, അത് പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവ് തന്നെയായിരിക്കും. ഒരിക്കലും ഒരാൾ മരിച്ചുപോയി അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു എന്നായിരിക്കും പറയും. ഇല്ലല്ലോ, ആ നഷ്ടം വലിയ നഷ്ടമാണ്. വളരെ സന്തോഷത്തോടെ പറയാം, കഴിഞ്ഞ വർഷത്തേക്കാൾ 278 മരണം കേരള സംസ്ഥാനത്താകെ റോഡിലെ മരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറവാണ് എന്ന അഭിമാനം ഗതാഗത വകുപ്പിനുണ്ട്. കാരണം ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ, ഉദ്യോഗസ്ഥരെടുക്കുന്ന നിലപാടുകൾ, ഇതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ പറയാണ് എയർഹോൺ ഇളക്കി മാറ്റൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. ചാനലുകാർ കാണിക്കുകയാണ് എയർഹോൺ അഴിച്ചു മാറ്റി, ഭയങ്കര കൈയടി. അതൊന്ന് അഴിച്ചു മാറ്റൂ, ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. നമ്മൾ പറയുന്നത് ഇത് പറയേണ്ടവനാണ് ഗതാഗത മന്ത്രി, പറഞ്ഞു തന്നെ ആകണം, അല്ലെങ്കിൽ അയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറയാത്ത ആളിനെ സംശയിക്കണം. ഞാൻ അങ്ങനെ പറയും. എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളാണ്, ഈ ചുമതല ഏൽപ്പിച്ചത് ജനങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ഒരു മന്ത്രിയാണ്. എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും. എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത്. അത് നന്മയ്ക്ക് വേണ്ടിയാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ ചെയ്യൂ. ഇവിടെ വന്ന ബോട്ട് കാറ്റാമറൈൻ ബോട്ടാണ്, അപകടം ഇല്ലാത്ത, നിങ്ങൾക്ക് ഏതൊരു കാറ്റിലും കൊടുങ്കാറ്റിലും ചരിയോ മറിയോ ചെയ്യാത്ത ഏറ്റവും സുരക്ഷിതമായ ബോട്ടാണ് പറശ്ശിനിക്കടവിൽ എത്തിച്ചിരിക്കുന്നത്. ഇനിയുള്ള നാളുകളിൽ പുതിയ ബോട്ടുകൾ വരും, പുതിയ ടൂറിസം സൗകര്യങ്ങൾ, ടൂറിസത്തിൻ്റെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്, അതെല്ലാം കൊണ്ടുവന്ന് പദ്ധതിയെ വിപുലമാക്കാൻ ഗോവിന്ദൻ മാഷുമായിട്ടും നമ്മുടെ സുമേഷുമായിട്ടും വിജയനുമായിട്ടും MLA-മാരും മുനിസിപ്പൽ ചെയർമാനുമായിട്ടെല്ലാം ആലോചിച്ചുകൊണ്ട് ഡയറക്ടർക്ക് പുതിയ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാം. പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് പെർമിറ്റ് പൂർണ്ണമായി പാലിക്കണം. പറശ്ശിനിക്കടവിൽ നിൽക്കുമ്പോൾ, ഈ പുണ്യക്ഷേത്രത്തിന് മുന്നിൽ, ഇത്രയും ലോകപ്രശസ്തമായ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിപുലമായ പിൽഗ്രിം ടൂറിസം പദ്ധതി ആരംഭിക്കുകയാണ്. KSRTCയുടെ വിപുലമായ പിൽഗ്രിം ടൂറിസം പദ്ധതി, ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി യാത്രക്കാർ കുറഞ്ഞ ചെലവിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ണൂരിലെ ക്ഷേത്രങ്ങൾ, പറശ്ശിനിക്കടവ്, അതുപോലെ രാജരാജേശ്വര ക്ഷേത്രം, മൃദംഗ ശൈലേശ്വര ക്ഷേത്രം,
മാടായിക്കാവ്, വിസ്മയ പാർക്ക് അടക്കമുള്ള ഒരു ടൂറിസം പാക്കേജ്, കൊട്ടിയൂർ ക്ഷേത്രം, ഇതെല്ലാം ചേർത്തുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസം, ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ടും അവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ടും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും വന്നു പോകാനും 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം പാക്കേജുകൾ ഉണ്ടാക്കാൻ KSRTC CMDക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ പണിപ്പുരയിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ആഴ്ചകൾക്കുള്ളിൽ അവർ പദ്ധതി ആരംഭിക്കും. എല്ലാ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഇവയെല്ലാം തമിഴ്നാട്ടിലെ ആറ്റാങ്കരപ്പള്ളി, നാഗൂർ പള്ളി അടക്കമുള്ള പള്ളികൾ കേന്ദ്രീകരിച്ചും തമിഴ്നാട്ടിലേക്ക് കടന്നും കൊടൈക്കനാൽ അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പാക്കേജ് വ്യാപിപ്പിക്കുകയാണ്. തമിഴ്നാട് സർക്കാരുമായി സംസാരിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ പെർമിറ്റ് എടുത്ത് തമിഴ്നാട്ടിലേക്കും, തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടൈക്കനാൽ അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ ഇവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാക്കേജുകൾ ഉണ്ടാക്കും. അതിൻ്റെ ഒരു വിജയം എന്ന് ഞാൻ പറയുന്നത്, ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാൻ ആറന്മുള വള്ളസദ്യ ആദ്യത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ എന്നെയാണ് വിളിച്ചിരുന്നത്. ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം സന്തോഷിച്ചത് കണ്ണൂരിൽ നിന്ന് വന്ന സഹോദരന്മാരും സഹോദരിമാരും ആറന്മുള സദ്യ ഉണ്ണാൻ KSRTC ബസ്സിൽ കയറി വന്നു എന്നുള്ളതാണ്. 60 ദിവസം കൊണ്ട് 868 സർവീസുകൾ ആറന്മുള വള്ളസദ്യയിലേക്ക് മാത്രം 60 ദിവസം നീണ്ടുനിന്നാൽ KSRTCയിൽ വരുന്നവർക്ക് പ്രത്യേകമായ സദ്യാലയം ഒരുക്കി അവിടെ ആറന്മുള സദ്യ വിളമ്പി കണ്ണൂർ, കാസർഗോഡ് മുതലുള്ള സഹോദരന്മാരെ അവിടെ എത്തിക്കാനും വള്ളസദ്യയിൽ പങ്കെടുപ്പിക്കാനും കഴിയും. 868 വണ്ടി വന്നു എന്ന് പറയുന്ന ചെറിയ സംഖ്യ ആൾക്കാരല്ല വന്നത്. അതുകൊണ്ട് എനിക്ക് ക്ഷേത്ര ഭാരവാഹികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, വിസ്മയ പാർക്കിന്റെ ചെയർമാനോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളുടെ ബഡ്ജറ്റ് ടൂറിസം പാക്കേജിൽ വരുന്ന യാത്രക്കാർക്ക് ഒരു പ്രത്യേക സൗകര്യം, ഒരു പ്രത്യേക തിരക്കുള്ള സമയത്ത് ഒരു പ്രത്യേക ക്യൂവോ കാര്യങ്ങളോ സൗകര്യം ചെയ്ത് അത് ചെയ്തു തരണം എന്ന് ക്ഷേത്ര ഭാരവാഹികളോടും ആലോചിക്കണം. വിസ്മയ പാർക്കിലേക്ക് വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വരുമ്പോൾ കൂടുതൽ ആളുകൾ ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് വിസ്മയ പാർക്ക് കൂടി കണ്ടുപോകും. കാരണം ക്ഷേത്രങ്ങൾ ഉച്ചയ്ക്ക് അടച്ചാൽ പിന്നെ വൈകിട്ടേ തുറക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് പാർക്കിൽ കയറി കാണാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ തയ്യാറായി. KSRTCയുടെ CMD അതുമായി ബന്ധപ്പെട്ട് MLA മുഖാന്തരം ചെയർമാനെ ബന്ധപ്പെടും. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം. ക്ഷേത്രത്തിലും ഞാൻ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുകയാണ്, ക്ഷേത്രത്തിൽ വരുമ്പോൾ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ അവർക്ക് പ്രത്യേക ഒരു ക്യൂ അനുവദിക്കാനും അല്ലെങ്കിൽ അവർക്ക് വഴിപാടുകൾ നടത്താനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അത് വലിയൊരു മാറ്റം. നമ്മുടെ നാട് തന്നെ ഗോവിന്ദമാഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ലോകത്ത് കണ്ടിരിക്കേണ്ട ഒരു നാടാണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മനോഹര കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ കാണാൻ നമുക്ക് കഴിയണം, ആസ്വദിക്കാൻ കഴിയണം. പലതരം ടൂറിസമാണ്. ഒന്ന് ഇപ്പോൾ ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ പലതരം ടൂറിസമാണ്. ഒന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ, ആ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാറിൽ പോകുന്നു, അനുഭവിക്കുന്ന ക്ലൈമറ്റ്, അവിടുത്തെ കാഴ്ചകൾ, അതൊരു ആസ്വാദനമാണ് ടൂറിസത്തിന്. അതൊരു ടൈപ്പ് ഓഫ് ടൂറിസമാണ്. അടുത്തതെന്ന് പറയുന്നത് കുട്ടനാട് പോലെ ഇവിടെയൊക്കെ വന്നിട്ട് ഈ ബോട്ടിംഗ് അടക്കമുള്ള ഫീൽ ചെയ്യുന്ന ടൂറിസം, നമുക്ക് ബോട്ടിങ്ങിലൊക്കെ പോയിട്ട് അനുഭവിക്കുന്ന സന്തോഷം. മറ്റൊന്ന് അഡ്വഞ്ചറസ്, നമ്മുടെ വിസ്മയ പാർക്ക് പോലെ, വീഗാലാൻഡ് പോലെ ഇങ്ങനെ അമ്യൂസ്മെന്റ് പാർക്കുകളുടെ ഒരു അനുഭവം, ത്രില്ലിംഗ് അനുഭവങ്ങൾ. പിന്നുള്ളത് സാഹസിക ടൂറിസമാണ്. ആകാശം താഴെ ചാടുക, ഗ്ലൈഡറിൽ പോവുക, വെള്ളത്തിൽ കൂടെ സ്കീ ചെയ്യുക, ഇതൊക്കെ സാഹസിക ടൂറിസം. ഇങ്ങനെ പലതരം ടൂറിസമുണ്ട്. ഈ ടൂറിസത്തിനെല്ലാം ഒത്തുപോകാൻ പോകുന്ന ഒരു സ്ഥലമാണ് കേരളം. അത് അപാരമായ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. അത് നമ്മളിങ്ങനെ ഘട്ടഘട്ടമായി DTPC വഴിയും ഒക്കെ നമ്മളിങ്ങനെ ടൂറിസം വകുപ്പും എല്ലാം ഇങ്ങനെ അത് ഉപയോഗപ്പെടുത്തി വരികയാണ്. നമ്മളൊരു ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ വായിച്ചു കാണും, മൂന്നാറിലേക്ക് ഒരു കണ്ണാടി കൊണ്ടൊരു ബസ് പണിത്. ഞാൻ എൻ്റെ ഡിസൈനിൽ പണിതാണ്, KSRTC ജീവനക്കാരാണ് അത് പണിത്. ആ ബസ് 1 കോടി രൂപ ലാഭം തികയ്ക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം മതി എന്നാണ് ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത. ഇത് തുടങ്ങിയിട്ട് 6 മാസമായിട്ട് കേട്ടു. വൻ ലാഭം KSRTCക്ക് ഒഴിതു കൊടുക്കുന്ന ഒരു പദ്ധതി. മൂന്നാറിൽ വരുന്നവർ KSRTCയുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബസ്സിൽ ഡബിൾ ഡെക്കറിൽ കയറാതെ പോകുന്നില്ല എന്നുള്ളത്. ഭയങ്കര റഷാണ്, എന്നും ഫുള്ളാണ്. ഒരു ദിവസം ആ വണ്ടിയുടെ ലാഭം 45,000 മുതൽ 48,000, എല്ലാ ചെലവും പോയിട്ട് 48,000 രൂപയാണ്. 1 കോടിയിലേക്ക് ഉടനെ എത്തും. രണ്ടാമത്തെ വണ്ടി 2 ആഴ്ചയ്ക്കുള്ളിൽ മൂന്നാറിലെത്തും. ഇതിൻ്റെ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ മൂന്നാറിലെത്തും. നമ്മൾ അതുപോലെ തന്നെയാണ് ഇനി ഒരു ട്രയൽ നോക്കുകയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം എനിക്കൊരു കത്ത് തന്നു. തൃശ്ശൂരിൽ ഒരു ഡബിൾ ഡെക്കർ, മുകൾ വശം തുറന്ന ഒരു ഡബിൾ ഡെക്കർ, തിരുവനന്തപുരത്തുള്ളതുപോലെ കൊച്ചിയിലുള്ളതുപോലെ ഒരു ഡബിൾ ഡെക്കർ തുടങ്ങണമെന്ന് അദ്ദേഹം ഒരു കത്ത് തന്നിരുന്നു.